വേടനെതിരായ ഈ പുലിപ്പല്ലി കേസ് കേരളത്തിന്റെ പൊതുസമൂഹം അത് വലിയ രീതിയിൽ ചർച്ചയാക്കിയതാണ്. അതിൽ വനമന്ത്രി ആദ്യം സ്വീകരിച്ചത് ഒരു നിലപാടായിരുന്നു. പിന്നീട് അത് തിരുത്തി ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കേണ്ടത് വനമന്ത്രിയാണ്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായമല്ല നേരത്തെ വനമന്ത്രിക്ക് ഉണ്ടായത് എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ വനമന്ത്രി എടുക്കുന്ന നിലപാട് അത് നിർണായകമാണ്. ഇതിപ്പോൾ ജയശങ്കർ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചും അവരെ പ്രൊട്ടക്ട് ചെയ്തുമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു നിലപാടോ അല്ലെങ്കിൽ അഭിപ്രായമോ അല്ല നേരത്തെ വനമന്ത്രി മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണത്തിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വനമന്ത്രി എന്ത് ഈ റിപ്പോർട്ടിന്മേൽ പറയുന്നു എന്നതല്ലേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്? തീർച്ചയായും ഇനി വനംമന്ത്രിയുടെ നിലപാട് തന്നെയാണ് നിർണായകം. കാരണം ആദ്യ ദിവസം തന്നെ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിന് പിന്നാലെ വനംമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ വനം മേധാവിയുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. അവർ ചട്ടപ്രകാരം മാത്രമാണ് ഇടപെട്ടതെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാനാവുക. പക്ഷേ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ വിവരം നൽകിയതിൽ, വിവരം പങ്കുവച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. ഇത് സർവീസ് ചട്ടലംഘനമെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് നിലവിൽ മന്ത്രിയുടെ മേശപ്പുറത്തുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് മന്ത്രി തന്നെയാണ്. ഈ റിപ്പോർട്ട് തള്ളണോ കൊള്ളണോ വേണ്ടേ എന്ന് AK ശശീന്ദ്രൻ തന്നെ തീരുമാനിക്കാം. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണം വനം മേധാവി നടത്തുമ്പോൾ അത് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിനും അന്വേഷണം നടത്താനാകൂ. ഏതെങ്കിലും തരത്തിൽ നിലവിൽ ഈ രാജ്യത്തുള്ള ഭരണഘടനാപരമായുള്ള ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് വനം മേധാവിയുടെ ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നിലവിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ നിലവിൽ പരാമർശിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പുലിപ്പല്ലി ഉൾപ്പെടെ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ പാലിക്കേണ്ട പ്രൊസീജിയർ, റൂൾസ് ആൻഡ് പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നീങ്ങിയത്. ഈ പോലീസ് ഹാൻഡ് ഓവർ ചെയ്ത കേസായതിനാലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, മറ്റ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് എന്തായാലും കടക്കേണ്ടി വന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ചട്ടവിരുദ്ധമായി ഉദ്യോഗസ്ഥരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് വനം മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആകെ മാധ്യമങ്ങൾക്ക് വിവരം പങ്കുവച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി. അത് സർവീസ് ചട്ടലംഘനമാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാനാവുകയാണെങ്കിൽ അത് സർവീസ് ചട്ടലംഘനങ്ങൾക്ക് മാത്രമാണ്. എന്തായാലും ഇനി വനംമന്ത്രി റിപ്പോർട്ട് തള്ളുമോ കൊള്ളുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും നിലവിൽ മന്ത്രിയുടെ മേശപ്പുറത്ത് ഈ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. ജയശങ്കർ, ഇതിൽ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജയശങ്കർ സൂചിപ്പിച്ചതാണ്. അതായത് പോലീസ് ഹാൻഡ് ഓവർ ചെയ്ത, പോലീസ് നൽകിയ വിവരങ്ങൾ അല്ലെങ്കിൽ കേസ് ആയതുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് പോയത് എന്ന് ന്യായീകരണമായി വനം വകുപ്പ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വനം മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് ഹാൻഡ് ഓവർ ചെയ്താൽ ഒരു സ്റ്റാൻഡും ഇല്ലാതെ കേസെടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊരു വലിയ ചോദ്യമാണ്. കോടതി ഉൾപ്പെടെ ചോദിച്ചു, ശാസ്ത്രീയമായ പരിശോധന ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് ഈ അറസ്റ്റിലേക്ക് പോയത് എന്ന് കോടതി ഉൾപ്പെടെ ചോദിക്കുന്നു. പിന്നീട് വനമന്ത്രി നൽകിയ പ്രതികരണം, ഒരു പൊതുസമ്മതനാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, മികച്ച ഗായകനാണ്, എല്ലാവർക്കും അറിയാവുന്ന, കേരളത്തിലെ അറിയാവുന്ന ഒരു ആളാണ്. അയാൾക്കെതിരെയൊക്കെ ഇത്തരം നടപടികൾ പോകുമ്പോൾ അത് ശ്രദ്ധ വേണ്ടിയിരുന്നു എന്ന് വനമന്ത്രി തന്നെ പറയുന്നു. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് വനമേധാവി പറയുന്നു അത്തരത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, ഇത് ചട്ടങ്ങൾ പ്രകാരം മാത്രമാണ് നീങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വനമന്ത്രി ആ റിപ്പോർട്ട് തള്ളുമോ അല്ലെങ്കിൽ വനമന്ത്രി ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയെടുക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് ജാമ്യം നൽകിയപ്പോഴൊക്കെ കോടതി നൽകിയ നിരീക്ഷണങ്ങൾ അതെല്ലാം ചേർത്ത് വായിക്കേണ്ടതല്ല. അതായത് ഈ പോലീസ് കേസ് വനം വകുപ്പിന് നൽകുന്ന ഒരു ഘട്ടത്തിൽ ഈ പുലിപ്പല്ലിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പുലിപ്പല്ലി ഉൾപ്പെടെയാണ് അത്തരത്തിൽ കാര്യങ്ങൾ നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പോലീസ് ഇത്തരത്തിലൊരു ഇത് നൽകുന്ന സമയത്ത് വനം വകുപ്പിന് അടിയന്തരമായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തേണ്ടി വരും. ആ കാര്യത്തിൽ ഒരു വൈകിപ്പിക്കൽ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നിലവിലുള്ള ചട്ടപ്രകാരം തന്നെയാണ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ നീക്കിയത്. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് വിവരം പങ്കുവച്ചത് കൃത്യമായി, മാധ്യമങ്ങൾക്ക് ഇതിന്റെ തെളിവെടുപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളുടെയും വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെ ഓരോ നടപടിക്രമങ്ങളും മാധ്യമ ക്യാമറകളിൽ തത്സമയം തന്നെ സംപ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പങ്കുവച്ചതിൽ മാത്രമാണ് നിലവിൽ വനം വകുപ്പ് മേധാവി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പരാമർശമുള്ളത്. ബാക്കി ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ചട്ടപ്രകാരം എന്ന് തന്നെയാണ് വനം മേധാവിയുടെ റിപ്പോർട്ട് പറയുന്നത്. ഇനി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് തള്ളുമോ കൊള്ളുമോ അതൊക്കെ വനം മന്ത്രിയുടെ വിവേചനാധികാരമാണ്. അക്കാര്യത്തിൽ മന്ത്രി എന്തായാലും റിപ്പോർട്ട് ഇനി പരിശോധിക്കണം. അല്പസമയം മുമ്പാണ് ഈ റിപ്പോർട്ട് വനം മേധാവി വനം മന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും മന്ത്രി ഈ റിപ്പോർട്ട് ഇനി പരിശോധിക്കണം. അതിനുശേഷമായിരിക്കും റിപ്പോർട്ടിൽ മേൽ നടപടികൾ വേണമോ അതോ റിപ്പോർട്ട് വീണ്ടും ഇതിൽ വിശദമായ പരിശോധന നടത്തി വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്ന അതെല്ലാം വനം മന്ത്രിയുടെ കയ്യിലാണ് കാര്യങ്ങൾ. വിജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും.